ഗുഡ് മോർണിംഗ്. OTM ട്രേഡറിൻ്റെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 9:08. ട്രേഡിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ച ലൈൻസൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഇന്നലത്തെ ഹൈൻ്റെ ലോയിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് ഇന്നലെ സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. 24,192. ഇപ്പോഴും ആ ലെവൽസ് തന്നെ കീപ്പ് ചെയ്യാണ്. മേളിലേക്കാണോ താഴേക്കാണോ എന്ന് നമുക്ക് ഓപ്ഷൻ ചെയിനൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നോക്കാം. ഓപ്ഷൻ ചെയിനിൽ കാണുന്ന സപ്പോർട്ട് മേളിലേക്ക് നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് 24,300 റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. പിന്നെ താഴേക്കാണെങ്കിൽ 24,000 നല്ല സപ്പോർട്ടും കാണുന്നുണ്ട്. പിന്നെ 24,200 ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം റെസിസ്റ്റൻസും സപ്പോർട്ടും ഏതാണ്ട് ഒരുപോലെ തന്നെ നിൽക്കണം. അപ്പോൾ നമ്മൾ OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ കാണാം. കോൾ സൈഡിൽ 1.94 പുട്ട് സൈഡിൽ 1.77 കാണും. അപ്പോൾ ഈ ചേഞ്ചിന് ഇപ്പോൾ ഓപ്പൺ ആകുമ്പോൾ തന്നെ വ്യത്യാസം വരാനും മതി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നും താഴേക്ക് തന്നെ ആയിരിക്കണം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ. ഇനിയിപ്പോൾ അവിടെ നിന്ന് മേളിലേക്ക് പോയാൽ തന്നെ 24,300 കടന്നാൽ പിന്നെ 400-500 എല്ലാ 100 പോയിൻറ്റ്സിലും നല്ല റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. പക്ഷേ 24,300 പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മിക്കവാറും ഇത് താഴേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും നമുക്ക് മാർക്കറ്റ് ഓപ്പണായിട്ട് ഒന്നുകൂടി വിശദമായിട്ട് നോക്കാം. ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ നമുക്ക് സ്പോട്ട് റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലോ, മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു 24,000 ഇന്ന് എടുക്കാൻ നോക്കാം. അപ്പ് സൈഡാണ് പോകുന്നെങ്കിൽ ഒരു 24,400 ആയിട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോയി നോക്കാം. ചാർട്ട് ഓപ്പൺ ആയിട്ടില്ല, 11 ആയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് താഴേക്കാണ് വരുന്നതെങ്കിൽ ഈ ഇന്നലത്തെ അതായത് പ്രീവിയസ് ഡേ ലോ ക്രോസ് ചെയ്ത് പോരുകയാണെങ്കിൽ മിക്കവാറും 24,000 200 EMIയും വരുന്നുണ്ട്. 24,000 നല്ല റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ നോക്കാം. പിന്നെ അവിടെ ഗ്യാപ്പും കൂടെ ഉള്ളതുകൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വേണേൽ താഴേക്ക് വരാനും മതി. ചിലപ്പോൾ അല്ലേ പിന്നെ ആ 200 EMIയിൽ തട്ടി ബൗൺസ് ചെയ്യാനും മതി മേലേക്ക്. എന്തായാലും നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. 24,000-ൻ്റെ ഞാൻ എടുത്തേക്കണത് ഒരു ലോട്ട്. അപ്പോൾ ഇപ്പോൾ അത് പ്രോഫിറ്റ് ആവുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും നിഫ്റ്റിയുടെ ഇതുകൂടി നോക്കട്ടെ. താഴേക്ക് തന്നെയാണ് വരണത്. അത് ആ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് ബ്ലൂ ലൈൻ സപ്പോർട്ടും പിന്നെ അതിൻ്റെ താഴെ EMA സപ്പോർട്ടും അവിടെ വരെ എന്തായാലും ട്രേഡ് ഉണ്ടാവും എന്ന് പ്രഡിക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കിയിട്ട് പറയാം. ഡൗൺ സൈഡ് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ OTM ആയതുകൊണ്ട് തന്നെ പിന്നെ എക്സ്പയറി ഡേറ്റ് അടുത്തില്ല. പിന്നെ അത് മാത്രമല്ല ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ എക്സ്പയറി ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല DK ഉണ്ട്. ഇത് പെട്ടെന്ന് DK അടിക്കണേ. എന്തായാലും നോക്കാം. നമ്മുടെ പ്രൈസിനോട് അടുക്കുന്തോറും DK കുറയും. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡ് എക്സിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ലോസാണ്. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 302 രൂപയ്ക്ക് 302 ഹിറ്റ് ചെയ്ത് 300 റുപ്പീസ് നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അപ്പം ഞാൻ പ്രഡിക്റ്റ് ചെയ്ത പോലെ താഴേക്ക് പോകുന്നതായിരുന്നു ഞാൻ പ്രഡിക്റ്റ് ചെയ്തത്. പക്ഷേ അത് ചെറുതായിട്ടൊന്ന് താഴേക്ക് വന്നിട്ട് പിന്നെ മേളിലേക്ക് തന്നെ പോയി. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മാർക്കറ്റിൻ്റെ കാര്യം എപ്പോഴും പ്രഡിക്ഷൻ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും ഫിക്സഡ് ആയിട്ടോ അല്ലെങ്കിൽ ഉറപ്പായിട്ടോ നമുക്ക് പറയാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയെന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചതാണ്. ഞാൻ ഒരു കാരണവശാലും മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ
ട്രേഡ് എടുക്കാതിരിക്കുക. പിന്നെ ഡേ ലോയോ അല്ലെങ്കിൽ ഡേ ഹൈയോ ബ്രേക്ക് ചെയ്തിട്ട് ട്രേഡ് എടുക്കാമുള്ളായിരുന്നു. അതായത് ഒന്നല്ലെങ്കിൽ ഈ ഒരു പോയിൻ്റ്, അതായത് ഈ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഈ ഒരു പോയിൻ്റ് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് എടുക്കാമുള്ളായിരുന്നു. ഇല്ലെങ്കിൽ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഈ ഒരു പോയിൻ്റ്, അതായത് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാമുള്ളായിരുന്നു. ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ആ മോഡിലേക്ക് എടുത്തിരുന്നെങ്കിൽ എനിക്ക് സൂപ്പറായിട്ട് നല്ലൊരു എമൗണ്ടിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യായിരുന്നു. പക്ഷേ അവിടെ എനിക്കൊരു തെറ്റ് പറ്റി. പിന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത് 300 രൂപയാണ്. പക്ഷേ അത് എൻ്റെ ക്യാപിറ്റൽ വളരെ കുറവായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ അതനുസരിച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നോക്കിയില്ല. ജസ്റ്റ് ഞാനൊരു അസംഷനിൽ 300 റുപ്പീസ് എന്ന് പറഞ്ഞാണ് വെച്ചാണ് 12 പോയിൻറ്റ്സ്, അതായത് സ്പോട്ടിൽ 12 പോയിൻറ്റ്സ് കിട്ടിയാൽ നമുക്കൊരു 25 പോയിൻറ്റ്സ് വരെ കിട്ടാൻ കണക്കിനാണ് വെച്ചിരുന്നത്. പക്ഷേ അത് സക്സസ് ആയില്ല. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് എനിക്ക് വലിയ നഷ്ടം വന്നില്ല. പിന്നെ ഞാൻ ട്രേഡ് എങ്ങനെ ലൈവ് ഇരുന്ന് നോക്കിയില്ല. ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എണീറ്റ് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അടുത്ത ട്രേഡിൽ നമുക്കത് റിട്ടേൺ എടുക്കാം. കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കൂടി തരാൻ വേണ്ടിയിട്ട് ഞാനിത് റെക്കോർഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ട്രേഡിംഗ് സെഷനിൽ കാണാം. ബൈ.